ഷൈനി വിത്തസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏകദേശം ഒരു 6 മാസങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ചാനലിലൊരു വീഡിയോ വരുന്നത്, ഒരു ട്രാവൽ വീഡിയോ. കാരണം വേറൊന്നുമല്ല, ഇവിടെ കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ പതുക്കെ ലിഫ്റ്റ് ചെയ്ത് വരികയാണ്. അപ്പോൾ നമുക്കിനി റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാതെ ട്രാവൽ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ കുറച്ച് വിഷമമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. എനിക്കൊരു മിസ്കാരേജ് ഒക്കെ വന്നു. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി, അതിൽ നിന്നൊക്കെ റിക്കവറായി. അപ്പോൾ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു തെറാപ്പി പോലെയാണ്. ഇനിയിപ്പോൾ യാത്രകളും അതിൻ്റെ വീഡിയോയും നമ്മുടെ ഒരു പാഷനാണ്, ഇങ്ങനെ വീഡിയോ എടുക്കുക, എഡിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. എൻ്റെ ക്വാളിറ്റിയൊക്കെ എത്രമാത്രം കുറവാണെന്ന് എനിക്കറിയാം. പക്ഷേ എങ്കിലും നിങ്ങൾ പഴയതുപോലെ തന്നെ കാണുകയും പറ്റുവാണെങ്കിൽ കമൻറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മൾ ഡോർസെറ്റിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഞങ്ങളെ അറിയിക്കണം. അപ്പോൾ തുടർച്ചയായിട്ട് ഇനി ഞങ്ങളെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഹലോ, അപ്പോൾ ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ നാൾ കൂടിയിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ആ ഒരു പരിചയക്കുറവൊക്കെ എനിക്ക് പിന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോർസെറ്റിലെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്താണ്. ഡേർഡിൽ ഡോർ എന്ന് പറയും, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഒത്തിരി സിനിമ ഷൂട്ടിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കാറുള്ള ഒരു സ്ഥലമാണ്. മെയിനായിട്ട് ബോളിവുഡ് സിനിമാസൊക്കെ ഷൂട്ട് ചെയ്യാറുണ്ട് ഇവിടെ. അതിൻ്റെ ഭംഗിയുള്ള കുറേ വിഷ്വൽസ് ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇവിടെ വരുന്ന കാര്യങ്ങളെക്കുറിച്ച് കുറച്ച് ഞാൻ പറയാം. നമ്മുടെ ബോൺമത്തിൽ നിന്ന് എബൌട്ട് ഒരു 45 മിനിറ്റ്സ് ഉണ്ട് ഇങ്ങോട്ട്. ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് എപ്പോഴും രാവിലെ വരാനായിട്ട് നോക്കുക. കാരണം ഇതിപ്പോൾ ഭയങ്കര ഒരു ഹോട്ട് സ്പോട്ടാണ് UK-ൽ. അപ്പോൾ കുറേ ആൾക്കാർ വരുന്നുണ്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ. അന്നേരം വന്നു കഴിയുമ്പോൾ പാർക്കിംഗ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ മെയിനായിട്ട് 2 സ്ഥലങ്ങളാണുള്ളത്, ഡേർഡിൽ ഡോറും ലൽവർത്ത് കോവും. അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം എന്നുണ്ടെങ്കിൽ രാവിലെ വന്നാൽ മാത്രമേ നമുക്കിത് ഫുൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം വന്നിരിക്കുന്നത് ഡേർഡിൽ ഡോറിലാണ്. എന്നിട്ട് അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട്. അപ്പോൾ പാർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 hours തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ഫുൾ ഡേ എടുത്താൽ മാത്രമേ നമുക്ക് ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് 10 pound ഫുൾ ഡേ പാർക്കിങ്ങിന്. അപ്പോൾ ഈ ടൈമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പാർക്കിംഗ് ഉറപ്പാക്കാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ദൂരം ആൾക്കാരാണ് ഇവിടെ വരുന്നതെന്നുള്ളത്. നിങ്ങൾ നോക്കിയാൽ കാണാം, അങ്ങ് മോളിൽ നിന്ന് ആൾക്കാർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇത്തിരി ദൂരം നടക്കാനുണ്ട് കേട്ടോ. ഏകദേശം ഒരു 3/4 മൈലൊക്കെ നമുക്ക് നടന്നാൽ മാത്രമേ പാർക്കിങ്ങിൽ നിന്ന് ഇങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ. ഞങ്ങൾ തന്നെ ഇത്രയും നേരത്തെ വന്നിട്ട് ഞങ്ങൾക്ക് ഓവർഫ്ലോ പാർക്കിങ്ങിലാണ് സ്പേസ് കിട്ടിയത്. ഇതാണ് ഈ ഡേർഡിൽ ഡോർ. ഡേർഡിൽ ഡോറിൻ്റെ മെയിൻ അട്രാക്ഷൻ ഇവിടെയല്ല, താഴേക്ക് ചെല്ലണം. ഇതിപ്പോൾ ഇവിടെ ഉള്ളൊരു ക്ലിഫിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. ഒത്തിരിയും ആൾക്കാർ വരുന്നുണ്ട്, പക്ഷേ ബീച്ചൊന്നും ഫുള്ളായി തുടങ്ങിയിട്ടില്ല. എനിക്കിതിൻ്റെ ഭംഗി വീഡിയോയിൽ ഫുള്ള് വരുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, എത്ര വെയിലുള്ള ദിവസം ഇവിടെ വന്നാലും തണുപ്പുണ്ടായിരിക്കും, കാറ്റുണ്ടായിരിക്കും. അപ്പോൾ എപ്പോഴും വരുമ്പോൾ നിങ്ങൾ ഒരു ജാക്കറ്റോ കോട്ടോ എന്തെങ്കിലും കയ്യിൽ കരുതിയാൽ വളരെ നന്നായിരിക്കും. ഇല്ലെങ്കിൽ നമുക്കിവിടെ എൻജോയ് ചെയ്യാനേ പറ്റില്ല, അത്രയ്ക്ക് കാറ്റാണ്. ഇതാണ് ഡേർഡിൽ ഡോറിൻ്റെ മെയിൻ ആയിട്ടുള്ള വ്യൂ. ഇതിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെറിയ സിമിലാരിറ്റി ഉണ്ട്. ഒരു ആന അതിൻ്റെ തുമ്പിക്കൈ വെച്ചിട്ട് വെള്ളം കുടിക്കാൻ പോണ പോലെ നമുക്ക് തോന്നും. അങ്ങനെ മനസ്സിൽ പിക്ചറൈസ് ചെയ്തിട്ട് നോക്കിയാൽ കേട്ടോ. ഇതാണ് അതിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ. ഞാൻ പറഞ്ഞ പോലെ ക്യാമറയിൽ എത്ര പകർത്തിയാലും നേരിട്ട് കാണുന്ന ഭംഗി വരില്ല. നിങ്ങൾ UK-ൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണിത്. ഞാൻ ഇവിടെ കണ്ട ഒരു സിനിമയിലെ സോങ് ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു അക്ഷയ് കുമാറിൻ്റെയാണ്. പക്ഷേ ഏത് സിനിമയാണെന്ന് ഞാൻ മറന്നുപോയി. ഈ സെയിം സ്പോട്ടിലാണ് അത് ഷൂട്ട് ചെയ്തേക്കുന്നത്. താഴെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടെ എപ്പോഴും ഒത്തിരി അപകടങ്ങളൊക്കെ ഉണ്ടാവാറുള്ളതാണ്. ഇപ്പോൾ ഈ ക്ലിഫ് കണ്ടോ, ഇത് ഒരു പ്രാവശ്യം ഇങ്ങനെ ഇടിഞ്ഞ് താഴെ വീണിട്ടുണ്ട്. പക്ഷെ ആർക്കും അപകടങ്ങളൊന്നും പറ്റിയിട്ടില്ല. പിന്നെ അവിടെ കാണുന്ന ആ ക്ലിഫിൻ്റെ മുകളിൽ നിന്ന് ആൾക്കാർ വെള്ളത്തിലേക്ക് ഡൈവ് ചെയ്തിട്ടൊക്കെ അപകടങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് അങ്ങോട്ടുള്ള എൻട്രി ഇപ്പോൾ ക്ലോസ് ചെയ്തേക്കുവാണ്.
ഇത്രയും ആൾക്കാർ വിസിറ്റ് ചെയ്തിട്ടും ഇവിടുത്തെ വൃത്തി എടുത്ത് പറയേണ്ടത് തന്നെയാണ് കേട്ടോ. ആൾക്കാരിങ്ങനെ നടക്കുകയാണ് വേസ്റ്റ് പെറുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഴുന്ന എല്ലാ വേസ്റ്റ് അവർ പെറുക്കിക്കൊണ്ട് പോവും. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അധികം സമയം കളഞ്ഞില്ല, താഴെ ബീച്ചിൻ്റെ അങ്ങോട്ടേക്ക് പോയി. നമ്മൾ മെയിൻ ഡെൽഡോറിൻ്റെ സൈഡിലേക്കല്ല, അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ആ ഒരു ഇറങ്ങിയപ്പോഴുള്ള ആവേശവും എനർജിയും ഒന്നും തിരിച്ചു കയറാനായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല കിതപ്പായിരുന്നു. ഒത്തിരി സ്റ്റെപ്സ് കയറാനുണ്ട്. പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ബുദ്ധിമുട്ടായിട്ട് തോന്നുകയും ചെയ്യും. ക്യാമറയിൽ അത്ര ക്ലിയർ അല്ലെങ്കിലും അങ്ങ് ദൂരേന്ന് ഒത്തിരി 100 കണക്കിന് ആൾക്കാരാണ് വരുന്നത്. ഇത്ര ആൾക്കാരെ അഫോർഡ് ചെയ്യാനുള്ള സ്പേസ് ഈ ബീച്ചിനുണ്ടാവും തോന്നുന്നില്ല. ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന താഴോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. നമ്മളതുകൊണ്ടാണ് അപ്പുറത്തെ കൊച്ചു ബീച്ചിൽ പോയിരുന്നത്. ഇവിടെ സാൻഡി ബീച്ച് അല്ലാത്ത കാരണം പിള്ളേർക്ക് അങ്ങനെ കളിക്കാനൊന്നും അത്ര രസം ഉണ്ടാവില്ല. പക്ഷേ നമുക്ക് ഞാൻ ആ കയറ്റം കയറി വന്നുകൊണ്ടാണ് കേട്ടോ അണക്കിനെ. വലിയൊരു കയറ്റമായിരുന്നു, ഒരു 100 സ്റ്റെപ്സ് ഉണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് ഡെൽഡോറിൻ്റെ അങ്ങോട്ടേക്ക് ഇറങ്ങാനും സ്റ്റെപ്സ് ഉണ്ട്. അതിൽ ആൾക്കാർ പോകുന്ന കാണാം. ഇന്ന് നല്ല വെയിലുള്ള ദിവസമായതുകൊണ്ട് നല്ല ക്രിസ്റ്റൽ ക്ലിയർ നല്ലൊരു ഗ്രീൻ കളറ് വാട്ടറാണ്. പിന്നെ അവിടെ ഷിപ്സൊക്കെ കണ്ടു, അതൊക്കെ ക്രൂയിസ് ഷിപ്സാണ്. ഇപ്പോൾ ഈ അവിടെയെല്ലാം അവർ നിർത്തിയിട്ടിരിക്കുകയാണ്. ഒരു 3-4-5 വലിയ ഷിപ്സ് നമുക്ക് അവിടെ കാണാം. പിന്നെ ഇവിടെ കോസ്റ്റ് ഗാർഡൊക്കെ എപ്പോഴും ഇങ്ങനെ പെട്രോളിങ് ചെയ്യുന്നുണ്ട്. കാരണം എപ്പോഴും ഇവിടെ അപകടങ്ങളൊക്കെ ഉണ്ടാവാറുള്ള സ്ഥലമായത് കാരണം അങ്ങ് ദൂരെയുള്ള ക്ലിഫിൻ്റെ മുകളിൽ വരെ ആൾക്കാരുണ്ട്. ഇനി ഇവിടുന്ന് ഈ ഒരു ലെഫ്റ്റ് സൈഡിലെ കോസ്റ്റ് ചേർന്ന് നടന്നു കഴിഞ്ഞാലാണ് നമ്മൾ ലൽവർത്ത് കോവിലേക്ക് എത്തുന്നത്. പക്ഷെ പിള്ളേരൊക്കെ ഉള്ളവർക്കൊക്കെ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. നമ്മൾ ജസ്റ്റ് ഇവിടെ ഇരുന്ന് ഇതൊക്കെ കണ്ടിട്ട് പോവാണ്. അവിടെ ഡെൽഡോറിൻ്റെ ടോപ്പിലായിട്ട് ധാരാളം കാരവൻ ഹോളിഡേ ഹോംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ട് ഇവിടെ വിസിറ്റ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ പറ്റും. പണ്ട് ഒരു 4-5 വർഷം മുമ്പ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് ഈ ഒരു കാർ പാർക്ക് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ആ കാറുകൾ കിടക്കുന്ന സ്ഥലം. പക്ഷെ ഇപ്പോൾ ഒത്തിരി, അന്ന് അവിടെ തന്നെയാണെങ്കിലും വളരെ കുറച്ച് കാറുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ സ്ഥലം ശരിക്കും ഓവർ ഫ്ലഡഡായി. ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്, വരെയും പോവുകയും. കാരണം ഇത്രയും വലിയൊരു ക്ലിഫായത് കാരണം സമയമെടുക്കും നമുക്ക് താഴെ എത്താൻ തന്നെ. പിന്നെ ആൾക്കാർ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. ശരിക്കും ഇപ്പോഴും അണപ്പ് മാറിയിട്ടില്ല ഇത്രയും ദൂരം കയറി വന്നതിൻ്റെ. ഇനി ആ വഴിയാണ് ലൽവർത്ത് കോവിലേക്ക് പോകേണ്ടത്. പക്ഷേ ഹരി ഹോളിയും ഭയങ്കര ടയർഡായി ഇത്രയും കയറി വന്നപ്പോൾ തന്നെ. അതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. ഡ്രൈവ് ചെയ്ത് നമുക്ക് വേറെ വഴി പോവാം. പക്ഷെ അവിടെ പാർക്കിംഗ് ഒക്കെ കിട്ടുമെന്ന് പറയും. ഒരു 7 വാങ്ങിച്ചായിരുന്നേ. കഞ്ചയാരി 3 പൗണ്ടായുള്ളൂ. ഇവിടെ കമ്പാരിറ്റീവ്ലി കുറച്ച് പ്രൈസ് കുറവാണെന്ന് തോന്നുന്നു. നമ്മൾ പിന്നെ അധികം അവിടെ നേരെ നിന്ന് വട്ടം തിരിഞ്ഞില്ല, അവിടുന്ന് ബാക്കിൽ നിന്ന് തന്നെ പോന്നു. അപ്പോൾ നമ്മൾ അവിടുന്ന് ഇറങ്ങിയപ്പോൾ റോഡിൻ്റെ 2 സൈഡിൽ നിന്നും
ഈ ഡഡിലോറിലേക്ക് വരാനായിട്ടുള്ള വണ്ടികളാണ്. പക്ഷേ ഇവർക്കൊന്നും അവിടെ പാർക്കിംഗ് ഇപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഭയങ്കര സ്ലോ ആയിട്ടാണ് പോകുന്നത്. അവിടെ നിന്ന് ആരെങ്കിലും ഇറങ്ങുമ്പോഴാണ് പാർക്കിംഗ് കിട്ടുന്നത്. ഇപ്പോൾ ആ കാണുന്ന കുന്നിൽ ആ വൈറ്റ് കളറിൽ കാണുന്ന മുഴുവൻ കാറുകളാണ്. അതൊക്കെ ഓവർഫ്ലോ വന്നിട്ട് പാർക്ക് ചെയ്തേക്കുന്നതാണ് അവിടെ. അപ്പോൾ ആ പാർക്കിംഗ് കണ്ടുപിടിക്കാനാണ് ഇവിടെ ഏറ്റവും ബുദ്ധിമുട്ട്. അങ്ങനെ നമ്മൾ അവിടുന്ന് തിരിച്ചു പോന്നു. ഇത് പോരുന്ന വഴിക്കുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വില്ലേജാണ്. നമ്മുടെ നാട്ടിലെ ഓല മേഞ്ഞ വീടൊക്കെ പോലെ അതിനെയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിൽ പുല്ല് കൊണ്ട് മേഞ്ഞിട്ടുള്ള വീടുകളാണ് ഇവിടെയുള്ളത്. ഒരു ഹെറിറ്റേജ് വില്ലേജ് പോലെ, പക്ഷേ നോർമലായിട്ടുള്ള ആൾക്കാരൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു ബീച്ചിലേക്കും പോയായിരുന്നു പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരാണ്. താങ്ക് യു.